Hello, good morning students. Today we will see about the different event handling techniques used by Java, and we have two types of event handling methods. One is by using listeners and the other is by using adapters. So listeners are interfaces and adapters are classes. Okay. Now we will see what is the use of these listeners and adapters. So these listeners listen for the events. Listeners listen for the events. So in the first line we have a listener called action listener, and this listener will listen for the action events. Will listen for the action events. So whichever class derived from this action listener will be having the capacity of listening these events. Okay. And in this class, in this interface, we have a function called void action performed action event e. So this is the only function that is available in the action listener class, and the body of this function gets executed during the occurrence of an action event. So during the occurrence of an action event, that is a click or an enter key on a button, it's an action. So when an action happens, an action event is thrown by the action, and this is called by the listener. This is called by the function action performed, which is available in the class called action listener. So listeners are interfaces which listen for the events, and the function corresponding to that event will get executed during the occurrence of that event. Action listener in the class in the interface, there is a function called action performed which accepts parameter action event e. അപ്പോൾ ഒരു ആക്ഷൻ്റെ ഒബ്ജക്റ്റ്, ഒരു ആക്ഷൻ സംഭവിക്കുമ്പോൾ ആക്ഷൻ ഇവൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുന്നു. ഈ ആക്ഷൻ ഇവൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നു, ആൻഡ് ദിസ് ഫംഗ്ഷൻ വിൽ എക്സിക്യൂട്ട് ഡ്യൂറിങ് ദി ഒക്കറൻസ് ഓഫ് ദിസ് ആക്ഷൻ. അപ്പോൾ അങ്ങനെ ലിസണേഴ്സ് ആണെങ്കിൽ ലിസണേഴ്സിനകത്ത് ഇതുപോലെ ഫങ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് വേറെ ലിസണർ ഉണ്ട്. യു ഹാവ് കമ്പോണന്റ് ലിസണർ, and this has 1 2 3 4 4 methods: component hidden, component moved, component resized, component shown. അങ്ങനെ 4 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു കമ്പോണന്റ് റീസൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ലിസണറിനകത്ത് നമ്മൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, സോ ദി കമ്പോണന്റ് മൂവ്ഡ് ഫംഗ്ഷൻ വിൽ എക്സിക്യൂട്ട് ഡ്യൂറിങ് എ കമ്പോണന്റ് മൂവിങ്. അപ്പോൾ ഈ ഇൻ്റർഫേസിനകത്തു നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഡിറൈവ് ദി ക്ലാസ്സസ്. നമുക്ക് ക്ലാസ് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്നുള്ളത്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഈസ് ദാറ്റ് if I am going to use the method component moved, എനിക്കിപ്പോൾ ഈ ഒരു മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ കമ്പോണന്റ് ലിസണർ എന്ന ഇൻ്റർഫേസ് ഒരു ഇൻ്റർഫേസ് ആയതുകൊണ്ട് ബാക്കി 4 മെത്തേഡ്സ് അല്ലെങ്കിൽ ബാക്കി 3 മെത്തേഡ്സും ഈ 4 മെത്തേഡ്സ് എന്തില്ല, ഈ 4 മെത്തേഡ്സിനും ബോഡി ഇല്ല. ഓൾ ദി മെത്തേഡ്സ് ആർ അബ്സ്ട്രാക്ട്. നമുക്കറിയാം ഇൻ്റർഫേസിനകത്ത് ഓൾ ദി മെത്തേഡ്സ് ആർ അബ്സ്ട്രാക്ട് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ബോഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ പോലും ഐ നീഡ് ടു ഗീവ് ഡെഫിനേഷൻ ഫോർ ഓൾ ദി അതർ 3 മെത്തേഡ്സ്. അതായത് ആക്ച്വലി ഐ നീഡ് ടു ഹാൻഡിൽ ഓൺലി ദി ഈവന്റ് കമ്പോണന്റ് മൂഡ്, ബട്ട് since I am using this interface listener, component listener, I need to override all the methods available in this interface. ആ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടിയാണ് we have the class called component adapter. അപ്പോൾ എനിക്ക് if my class is able to derive from this class, ഏബിൾ ടു എന്ന് പറയാൻ കാരണം എന്താണ്? ഞാൻ വേറെ ഒരു ക്ലാസ്സിനകത്തുനിന്നും ഡെറിവേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് പറ്റും? ഐ ക്യാൻ ഡിറൈവ് ഇറ്റ് ഫ്രം ദി കമ്പോണന്റ് അഡാപ്റ്റർ ക്ലാസ്. അതായത് നമുക്കറിയാം ജാവ ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്ട്ലി യൂസിങ് ക്ലാസ്സസ്. അപ്പോൾ കമ്പോണന്റ് അഡാപ്റ്റർ എന്ന ക്ലാസ്സിനകത്തുനിന്ന് എൻ്റെ ക്ലാസ് ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് if my program is not
derived from any other class already. അങ്ങനെയാണെങ്കിൽ I can use this component adapter for the handling of this single event. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഗുണം എന്നുള്ളത് എനിക്ക് ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് അത് മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി. I can override that function only. ആ ഒരു മെത്തേഡ് മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി. I can derive, I can redefine, I can give the body of that method only. അതിനു വേണ്ടിയാണ് we have adapters. അപ്പോൾ listeners and adapters have the same purpose. listeners interface ആണ്, adapters classes ആണ്. എൻ്റെ യൂസ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ വിൻഡോ ലിസണർ, ഇൻ ദ കേസ് ഓഫ് വിൻഡോ ലിസണർ we have 1 2 3 4 5 6 functions. ഞാനിപ്പോൾ വിൻഡോ ലിസണർ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കിതിനകത്ത് വിൻഡോ ക്ലോസിംഗ് എന്നൊരു ഈവൻറ്റ് മാത്രം മതിയെങ്കിലും I need to give definition to all the other 5 functions if I am using window listener. If I am using window adapter, എനിക്ക് എന്ത് മതി, ഇതിനകത്ത് ഏതാണോ ആവശ്യം അത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, എന്തുകൊണ്ടാണ് അഡാപ്റ്റർ മാത്രം, എന്താ ഇന്റർഫേസിന്റെ ആവശ്യം എന്താണ്, അഡാപ്റ്റർ മാത്രം പോരെ. അഡാപ്റ്റർ മാത്രം പോരാ, കാരണം എന്താണ്, Java does not support multiple inheritance. അപ്പോൾ എനിക്ക് ഇപ്പൊ assume that I need to handle 2 events, window listener and component listener, രണ്ടും പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് I cannot derive from both classes. എനിക്ക് കമ്പോണന്റിനകത്തുനിന്നും വിൻഡോയ്ക്കകത്തുനിന്നും I cannot derive from both classes. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ആ സമയത്ത് ഒരു അഡാപ്റ്ററും ഒരു ലിസണറും യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, വി ക്യാൻ യൂസ് 1 listener and 1 adapter. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതുപോലെ അഡാപ്റ്റേഴ്സും ലിസണേഴ്സും കൊടുത്തിരിക്കുന്നത്. സോ വി ഹാവ് 11 types of listeners. അതുപോലെ ഓരോന്നിനകത്തും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് different functions which are available for handling different types of events. Mouse listener, mouse entered, mouse clicked, mouse exited, mouse pressed, mouse released. ഇത്രയും ഫങ്ഷൻസ് മൗസ് ലിസണേഴ്സിനകത്തുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, വി ക്യാൻ യൂസ് മൗസ് അഡാപ്റ്റർ പ്രൊവൈഡഡ് വി ഹാവ് നോട്ട് ഡിറൈവ്ഡ് മൈ ക്ലാസ് ഫ്രം അനദർ ക്ലാസ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക്. So we can use these listeners: focus listener, mouse motion listener, container listener, adjustment listener, etc. ഇതാണ് ഈവൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഐഡിയ. So we can write programs by using these adapters or listeners to handle the events. Okay, thank you.